യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിൽ തെളിവെടുപ്പിനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ഇന്ന് സംഭവസ്ഥലത്ത് പ്രതികളെ എത്തിച്ച് മർദ്ദന രീതി പുനരാവിഷ്കരിച്ചേക്കും. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് അല്പസമയത്തിനകം നടക്കും. മർദ്ദനമേറ്റ് എ ഡി തോമസ് എംഎൽഎക്കും അജയ് ജുവൽ കുര്യാക്കോസും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുകയും ചെയ്യും. അശ്വിൻ പാലാഴി വിവരങ്ങളും ചേരുന്നു. അശ്വിൻ, SIT ആ കേസ് അന്വേഷണം വളരെ സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുവന്നു. കോടതിയിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിപ്പോകുന്ന ഒരു തിരിച്ചടി ഉണ്ടായെങ്കിലും വളരെ ഗൗരവത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ടേക്ക് പോവാണ്. അശ്വിൻ, അശ്മി, തീർച്ചയായും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ന് SIT പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അതിൽ രണ്ടും നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിലൊന്ന് തിരിച്ചറിയൽ പരേഡാണ്. പ്രതികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി കേസിൽ മർദ്ദനമേറ്റ എ ഡി തോമസിനോടും അജയ് ജുവൽ കുര്യാക്കോസിനോടും ഒപ്പം ഈ കേസിലെ സാക്ഷികളായ പ്രധാനപ്പെട്ട ആളുകളോടുമൊക്കെ ഇന്ന് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 11 മണിയോടുകൂടി തിരിച്ചറിയൽ പരേഡിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ നടക്കാൻ ഇരിക്കുന്നത് തെളിവെടുപ്പാണ്. പ്രതികളെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ചൊരു തെളിവെടുപ്പിനുള്ള ആലോചന SIT നടത്തുന്നുണ്ട്. അത് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ്. ആ സംഭവം നടന്ന സ്ഥലത്ത് നടന്ന മർദ്ദനം പുനരാവിഷ്കരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് SITക്കുള്ളത്. ഗൺമാന്മാരെയും കൂടെ കൂട്ടി എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് അവിടെ പുനരാവിഷ്കരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് ചില വെല്ലുവിളികളുണ്ട്. പ്രധാനമായും സുരക്ഷാ പ്രശ്നങ്ങളാണ് ഉള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ചും ഒപ്പം ഇന്റലിജൻസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ SITക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികളെ നേരിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒക്കെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നലെ ഈ ഗൺമാന്മാർ എത്തിയതു മുതൽ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസും പരിസരവും പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലാണ്. കനത്ത സുരക്ഷയാണ് ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അധിക പോലീസ് യൂണിറ്റുകളെ അടക്കം ഇവിടേക്ക് സുരക്ഷയുടെ ഭാഗമായി വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് പ്രതികളുമായി പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ടുകളിലുള്ളത്. അതുകൊണ്ട് ഇന്നോ നാളെയോ ആയിട്ട് ഈ തെളിവെടുപ്പ് നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനു പുറമെ ഇപ്പോൾ തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്നും രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെയാണ് 5 പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള സമയമുള്ളത്. അത് രാവിലെ തന്നെ പ്രതികൾ സാധാരണയിലും നേരത്തെ 9:30 ആയപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കാത്തിരിക്കുകയായിരുന്നു. ഷൗക്കത്തിലടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ 10 മണിക്കും എത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുമുണ്ട്. ഹാഷ്മി. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.